ഹായ് ഓൾ, സജീർ കിയോടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയാണ്. സെലേനിയം ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ജാവ പ്രോഗ്രാമിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ജാവ പ്രോഗ്രാമിംഗ്, അതുപോലെ സെലേനിയം ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, അതുപോലെ മാനുവൽ ടെസ്റ്റിംഗ്, അതുപോലെ സംബന്ധിച്ച നിരവധി വീഡിയോകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജാവയുടെ ബേസിക്സ് കൺസെപ്റ്റ്സ് ആയ ഡാറ്റ ടൈപ്സ്, അല്ലെങ്കിൽ ലൂപ്സ്, അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ എന്താണ് ജാവ, അങ്ങനെ കുറേ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു. ഇന്ന് ജാവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള ഊപ്സ് കൺസെപ്റ്റ് ആണ്. ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം അഥവാ ഊപ്സ് എന്ന് പറയുന്നത്. ജാവ ഒരു റിയൽ ടൈം ഊപ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഇത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു ജാവ പ്രോഗ്രാമിങ്ങിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ഊപ്സ് കൺസെപ്റ്റിൻ്റെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. നമ്മൾ എന്ത് പറയും, നമ്മളൊരു കാർ അല്ലെങ്കിൽ ഒരു ജീപ്പ് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് കാർ, അല്ലെങ്കിൽ ഒരു ഡോഗ്, അങ്ങനെ ഇതെല്ലാം ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ഊപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തഡോളജി ടു ഡിസൈൻ എ പ്രോഗ്രാം യൂസിങ് ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ്. ഒരു ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിനാണ് ഊപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും നമ്മുടെ മെയിൻ്റനൻസും, നമ്മുടെ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കോഡ് സ്ക്രിപ്റ്റിംഗ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ കോഡ് മെയിൻ്റനൻസും നമുക്ക് പിന്നെ അത് ഏറ്റവും ഈസി ആക്കും. നമുക്ക് റീയൂസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സ് യൂപ്സ് പ്രോഗ്രാമിംഗ് വഴി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഊപ്സ് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് കൺസെപ്റ്റ്സിൻ്റെ അകത്തായിട്ട് അല്ല ജനറലായിട്ടാണ്, പക്ഷേ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഊപ്സ് കൺസെപ്റ്റ്. അപ്പോൾ ഇതിലെന്താണ് ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒബ്ജക്റ്റ് ആൻഡ് എ ക്ലാസ്. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ റിയൽ വേൾഡിലായിട്ട് ഒരു എൻറ്റിറ്റി ദാറ്റ് ഹാസ് എ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി അതിനുണ്ടാവും, പിന്നെ അതിനൊരു ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ, ഒരു ഡോഗിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ കളർ, അതിൻ്റെ നെയിം, അതിൻ്റെ ബ്രീഡൊക്കെയാണ്. ഇതിൻ്റെ ബിഹേവിയർ, അത് ചെയ്യുന്ന വർക്ക്സ് ആണ്, അത് ബാർക്ക് ചെയ്യും, ഈറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബിഹേവിയർ. അപ്പോൾ ഈ സെയിം സാധനം തന്നെ നമ്മളൊരു പ്രോഗ്രാമിംഗ് യൂസ് കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇൻഡ് ഈക്വൽ ടു എന്ന് പറയാം. അതുപോലെ തന്നെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് നമുക്ക് വോയിഡ്, ആഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ എന്ന്. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ കളർ, അതിൻ്റെ മേഡിയർ അല്ലെങ്കിൽ മേക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ബിഹേവിയർ, ക്ലൈം, ബാക്ക് ഫീൽ, ആക്സലറേറ്റ് ചെയ്യാം, സ്ലോ ഡൗൺ ചെയ്യാം, അതിൻ്റെ ബിഹേവിയർ. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് ഈ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസിൻ്റെ നമ്മൾ എവിടെയാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതുപോലെ തന്നെ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഈ ഒബ്ജക്റ്റിന് വേണ്ടുന്നുള്ള ഈ പ്രോപ്പർട്ടീസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ്സിനുള്ളിലാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിനെ നമ്മൾ പുറത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണോ അതിനെയാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ക്ലാസ്, ഒരു ജനറലായിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ആ ക്ലാസ്സിനെ നമ്മൾ പുറത്തേക്ക് വിളിക്കുക, അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കോഡ് തന്നെ എടുത്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നത് ആദ്യം നമ്മളൊരു ജാവ ഒരു ഫയൽ എടുത്തിട്ട് ന്യൂ ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് ആദ്യത്തെ ക്ലാസ്സുകൾ ഞാൻ കാണിച്ചു തന്നതാണ്. അതിനുശേഷം അതിനുള്ളിലേക്ക് നമ്മളൊരു ഈ SRCക്കകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം പാക്കേജിനുള്ളിലാണ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എടുത്തിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെയിൻ മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ മെത്തേഡ് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനൊരു സിമ്പിൾ ക്ലാസ്, കാർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ക്ലാസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി സ്ട്രിംഗ് കളർ ഇൻറ്റു മേഡിയർ, അതിൻ്റെ മേഡിയർ സ്ട്രിംഗ് കളർ. ഇനിയിപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ്, അതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും, അത് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി ഈ ക്ലാസ്സിനെ നമ്മൾ ഡയറക്റ്റ് പുറത്തേക്ക് റെപ്രസെന്റ്, ഇപ്പോൾ ഇവിടെ തന്നെ ഞാനൊരു മെയിൻ മെത്തേഡ്, നമുക്ക് വേറെ ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് ഇത് എഴുതാം. ഈ ക്ലാസ്സിനുള്ളിൽ തന്നെ ഞാനൊരു മെയിൻ മെത്തേഡ് എഴുതി ഇതിനെ പുറത്തേക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാർ OBJ1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കാർ OBJ2. ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് നെയിം, ആ ക്ലാസിന്റെ നെയിം, അതിനുശേഷം എന്താണോ നമുക്ക് ഒബ്ജക്റ്റിന് കൊടുക്കേണ്ട നെയിം, അതിനുശേഷം ന്യൂ
ആ ക്ലാസ് നെയിമിന്റെ കൺസ്ട്രക്ടർ എന്താണെന്ന് ഞാൻ പറയാം, പിന്നെ നമുക്ക് പറയാം. ആ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ആ ക്ലാസിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണെന്ന് അറിയിക്കാൻ ആ ക്ലാസിന്റെ പേര് നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻഡ് എ എന്നൊക്കെ എഴുതുന്ന പോലെ അത് എഴുതും. പക്ഷെ അതിനെ കറക്റ്റായി ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ന്യൂ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു കൺസ്ട്രക്ടർ നമ്മൾ ക്ലാസ്സിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് കോൾ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ന്യൂ. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി, കാർ obj1. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ വാല്യൂ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ കാർ obj1 കളർ ഈക്വൽ ടു റെഡ് എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ obj1ന്റെ അകത്തുള്ള ഈ കാറിന്റെ കളർ റെഡ് ആണ്, അതിന്റെ മേഡിയർ 1996 ആണ്. അതിനുശേഷം ഇത് രണ്ടും ഞാൻ പ്രിന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ രണ്ട് മെത്തേഡ്, ഇത് ആക്സിലറേറ്റും സ്ലോ ഡൗണും, ആ രണ്ട് മെത്തേഡ് ഞാൻ കോൾ ചെയ്തു. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് ആയിട്ടുള്ള കളറും മേഡിയറും ഞാൻ എഴുതി, അതിന്റെ വാല്യൂ കൊടുത്തു. അതിനുശേഷം അതിന്റെ അകത്തുള്ള ബിഹേവിയർ ആയ രണ്ട് ബിഹേവിയർ എടുത്തു. ഇനി അടുത്ത ഇതേ സെയിം പോലെ തന്നെയാണ് അടുത്ത ഒബ്ജക്റ്റ് കാർ obj2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ക്ലാസിന്റെ റെപ്രസെന്റേഷൻ ആണ്. പക്ഷേ ഇതിന് വേറെ കളറാണ്. വേറെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കൊടുത്തു, മേഡിയർ ഞാൻ ഡിഫറെന്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീന് 2006 ആയിരിക്കും ഈ പ്രിന്റ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് ബിഹേവിയർ സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ജനറൽ ആയിട്ടുള്ള സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഒബ്ജക്ട് നെയിം ദെൻ ന്യൂ പിന്നെ ആ ക്ലാസ് നെയിമിലെ അതുകൊണ്ട് ആ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഈ കൺസ്ട്രക്ടർ ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ റൺ ചെയ്ത ആൻസർ ഇവിടേക്ക് വരും. ഇപ്പോൾ ഫസ്റ്റിലത്തെ വന്നിരിക്കുന്നത് കളർ റെഡ്, ഇത് കഴിഞ്ഞ ശേഷം മേഡിയർ 1996, ദെൻ അതിൻ്റെ ആക്സിലറേറ്റർ സ്ലോ ഡൗൺ. അടുത്ത രണ്ടാമത്തെയാണ് ഏതാണ്, കാറിൻ്റെ രണ്ടാമത്തെ obj2ന്റെ കളറ് ഗ്രീന്, മേഡിയർ 2006, പിന്നെ ആക്സിലറേറ്റർ സ്ലോ ഡൗൺ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിനുള്ളിൽ തന്നെ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും ഒരു ക്ലാസ്സിന് ഡിക്ലെയർ ചെയ്യാം. അതിന്റെ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്താണ് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ്. ഇനി അടുത്തൊരു ഇതായിട്ടുള്ള ഇൻഹെറിറ്റൻസിലേക്ക് പോവാം. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് അതിന്റെ നമ്മളിപ്പം പറഞ്ഞ ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയേഴ്സിന്റെ വേറൊരു ക്ലാസ്സിൽ, അതായത് പേരന്റ് ക്ലാസിന്റെ ബിഹേവിയറിനെ അക്യൂർ ചെയ്യുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ് വെച്ചിട്ട് നമുക്ക് പുതിയ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാം. കാരണം ചിലപ്പോൾ നമുക്ക് കോഡ് അതിലെ എക്സിസ്റ്റിംഗ് ക്ലാസ്സിലെ മെത്തേഡ്സ് ഒക്കെ റീയൂസ് ചെയ്യണം. പക്ഷേ അത് കൂടാതെ കുറച്ചുകൂടെ മെത്തേഡ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ മറ്റേ ക്ലാസിന്റെ പേരന്റ് ക്ലാസ് ആയിട്ട് എടുത്തിട്ട് ഈ ക്ലാസ്സിലിപ്പം ആ ക്ലാസ്സിന്റെ മെത്തേഡ്സിനെ സ്റ്റേറ്റിനെ യൂസും ചെയ്യാം, ഇവിടെ അതിനെ പുതിയ ക്ലാസ്സിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് റീയൂസബിലിറ്റി ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എന്താണോ പുതിയ ക്ലാസ്സിന്റെ നെയിം എക്സ്റ്റെൻസ്, ആ കീവേഡ് മറന്നിരിക്കുക. ഇൻഹെറിറ്റൻസിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് വേറെ ക്ലാസ്സിനെ എൻ്റെ പേരന്റ് ആക്കി മാറ്റണമെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് എക്സ്റ്റെൻസ് ദെൻ സൂപ്പർ ക്ലാസ് നെയിം. അപ്പോൾ ക്ലാസ് നെയിം ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ എക്സ്റ്റെൻസ് കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ പേരന്റ് ക്ലാസ് ഇതിന്റെ നെയിം നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പല ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഒരു സിംഗിൾ ക്ലാസ് ഒരു പേരന്റ് ക്ലാസ് ഒറ്റ ക്ലാസ്സുമായിട്ട് എടുക്കുന്നതിനാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ഒരു ക്ലാസിന്റെ ഇതെടുത്തു, ക്ലാസ് എ എന്ന് പറയുന്ന ഇത് പേരന്റ് ക്ലാസ്, ഒരു ക്ലാസ് ബി അതിനെ ഇൻഹെറിറ്റ് ചെയ്തു. ഇനി ക്ലാസ് സി ക്ലാസ് ബിയെ ഇൻഹെറിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു മൾട്ടി ലെവലാണ്. ഇനി അടുത്താണ് ഹൈറാർക്കിക്കൽ. ഒരു ക്ലാസ് ബി എന്നും ക്ലാസ് സി എന്ന് പറയുന്ന രണ്ട് ക്ലാസ് സെയിം ക്ലാസ്സിനെ തന്നെ പേരന്റ് ആക്കി എടുക്കുന്നു. അപ്പോൾ അതിനെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ജാവയിൽ ക്ലാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഹെറിറ്റൻസ് ആണ് ഇത്രയും. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് തന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അത് ക്ലാസ്സസ് വെച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർട്ടിയാണ് ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് പിന്നെ അബ്സ്ട്രാക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ സിംഗിൾ, മൾട്ടി ലെവൽ ആൻഡ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ് ക്ലാസ് വെച്ചിട്ട് പറ്റുന്നത്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ക്ലാസ് വെച്ചിട്ട് പറ്റില്ല, അതിന് ഇന്റർഫേസ് ആണ് വേണ്ടത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് ഇൻഹെറിറ്റൻസിന്റെ പ്രോഗ്രാമിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ക്ലാസ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ അതിന്റെ ബേസിക് സാലറി ഒരു പൈസ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബേസിക് സാലറി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി പ്രിന്റും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ ഈ പർട്ടിക്കുലർ ക്ലാസിന്റെ. ഇനി ഞാൻ ഇതിന്റെ ഒരു സബ് ക്ലാസ് ആയിട്ട് ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്ന വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പേരന്റ് ക്ലാസ് എംപ്ലോയിയും ചൈൽഡ് ക്ലാസ് ടെക്നിക്കൽ സ്റ്റാഫ്, അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എംപ്ലോയിയും സബ് ക്ലാസ് ടെക്നിക്കൽ സ്റ്റാഫും. അപ്പോൾ ഞാനിവിടെ ഇതിന്റെ ഇതായിട്ട്
ഇൻറ്റു ബോണസ് ഈക്വൽ ടു 5000 എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പുതിയൊരു സ്റ്റേറ്റ് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു പേരന്റ് ക്ലാസ് ഉണ്ട്, ചൈൽഡ് ക്ലാസ് ആണെങ്കിൽ പുതിയ കുറേ മെത്തേഡ്സ് അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേ പഴയതിൻ്റെ യൂസ് ചെയ്യാനും പറ്റും. എന്നിട്ട് ഞാൻ ഈ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എംപ്ലോയിയുടെ ഫംഗ്ഷൻസിനെയും അതിന്റെ പബ്ലിക് ആയിട്ടുള്ള മെത്തേഡ്സിനെയും ഒക്കെ നമുക്ക് യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് പ്രൈവറ്റ് അല്ലാത്ത എല്ലാ മെത്തേഡ്സിനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ TS ന്യൂ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ TS.basic_salary സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത് എവിടത്തേക്കാണ് പോകുന്നത്? ഈ എംപ്ലോയി എന്ന് പറയുന്ന ഈ ക്ലാസ്സിലെ ഈ ബേസിക് സാലറി എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിനെയാണ് ഇവിടെ നമ്മൾ കോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ടെക്നിക്കൽ സ്റ്റാഫിനെയാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് കാരണം ഇത് ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്ന എംപ്ലോയി എന്ന് പറയുന്ന ആ ക്ലാസിന്റെ എന്താണ് ചൈൽഡ് ക്ലാസ് ആയതുകൊണ്ടാണ് ഈ എംപ്ലോയീസിന്റെ മെത്തേഡിനെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പ്രിന്റ് ആവുന്നത് ഇതായിരിക്കും പ്രിന്റ് ആവുന്നത്. അതിനുശേഷം ഞാൻ ഈ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ ബേസിക് സാലറി എന്ന് പറയുന്ന ഇതിന്റെ ഈ ഇതിനെയും, അപ്പോൾ ഇത് ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. ഈ സെയിം ഒബ്ജക്റ്റ് വെച്ചിട്ട് പ്ലസ് ഇതിന്റെ ഈ ബോണസ് കൂടെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ടോട്ടൽ സാലറിയും കൂടെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഫസ്റ്റ് നമ്മൾ ബേസിക് സാലറി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ എങ്ങോട്ടേക്ക് പോകും? ഇവിടേക്ക് പോകും. ഈ എംപ്ലോയി എന്ന് പറയുന്നത് ഇവിടേക്ക് വന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യുന്നു, ഈ ബേസിക് സാലറി പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെന്താണ്, നമ്മൾ ടോട്ടൽ സാലറി, ഈ ബേസിക് സാലറി നമ്മൾ അതും ബോണസ് കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ സാലറി പ്രിന്റ് ചെയ്യുമ്പോൾ ടോട്ടൽ സാലറി ഇവിടെ പ്രിന്റ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇൻഹെറിറ്റൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എക്സ്റ്റൻസ് എന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പേരന്റ് ക്ലാസ്സിലുള്ള മെത്തേഡ്സിനെയും സ്റ്റേറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം അടുത്ത ഊസ് കൺസെപ്റ്റിലേക്ക് പോകാം. അതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസത്തിന്റെ മീൻ തന്നെ മെനി ഫോംസ് ആണ്, പല ടൈപ്പാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊസ് ഫീച്ചറാണ് ഇതിൻ്റെ സിംഗിൾ ആക്ഷൻ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. വൺ ഓഫ് ദ പെർഫോം സിംഗിൾ ആക്ഷൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. പ്രധാനമായിട്ട് 2 ടൈപ്പ് ഓഫ് പോളിമോർഫിസം ഉണ്ട്, മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് മെത്തേഡ് ഓവർ റൈഡിങ്. 2 ടൈപ്പ് ഓഫ് പോളിമോർഫിസം ഉണ്ട്, മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് മെത്തേഡ് ഓവർ റൈഡിങ്. ഓക്കെ, ഇത് രണ്ടും എന്താണെന്ന്. അപ്പം മെത്തേഡ് ഓവർലോഡിങ്ങിനെ കമ്പൈൽ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ജാവയിൽ കമ്പൈലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കുന്നതാണ് കമ്പൈൽ ടൈം. മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഉള്ളതാണ്. ആ റൺ ചെയ്യുമ്പോഴാണ് ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനെ റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പൈൽ ടൈം അല്ലെങ്കിൽ ഇതിന് സ്റ്റാറ്റിക് പോളിമോർഫിസം. സെയിം മെത്തേഡ് നെയിം ഡിഫറെൻറ്റ് ഇംപ്ലിമെന്റേഷൻ. ഈ മെത്തേഡ് ഓവർലോഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മെത്തേഡ് നെയിം സെയിം ആയിരിക്കും, പക്ഷേ ഇംപ്ലിമെന്റേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതിനുള്ളിൽ വോയിഡ് ആഡ് 2 ഇൻറ്റിജർ പാരാമീറ്റർ ആണ്. ഫംഗ്ഷൻസ് എല്ലാവർക്കും മനസ്സിലാവുന്ന അറിയാം. ഒരു ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അവിടെ ഇൻറ്റ് ബി എന്നുള്ള 2 പാരാമീറ്റേഴ്സ് ആഡ് ചെയ്തു. അതിനുശേഷം അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ സെയിം ആഡ്, പക്ഷേ ഇവിടെ പാരാമീറ്റർ മാറി, AA അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും ഈ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻറ്റിജർ വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്, ഈ മെത്തേഡ് എടുക്കും. ഡബിൾ ആണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂസ് ഉള്ളതാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് എടുക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ഒബ്ജക്റ്റ് വേറെ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പാസ് ചെയ്യുന്നത് കണ്ടില്ലേ, 10, 20 2 ഇൻറ്റിജർ വാല്യൂസ് പാസ് ചെയ്യുവാണെങ്കിൽ ഈ മെത്തേഡ് ആയിരിക്കും കോൾ ആവുന്നത്. 2 ഡബിൾ വാല്യൂസ് ആണെങ്കിൽ ഈ മെത്തേഡ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിലും നോക്കാം. അപ്പോൾ പോളിമോർഫിസത്തിന്റെ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഇവിടെ വോയിഡ് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ഈ ക്ലാസിന്റെ മെമ്പറാണ് വോയിഡ് ആഡ്. 3 ഫംഗ്ഷന്റെ സെയിം നെയിമാണ് വോയിഡ് ആഡ്. പക്ഷേ ഇതിനുള്ളിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇൻറ്റ് ബി. അപ്പോൾ 2 ഇൻറ്റിജർ വാല്യൂസ് ആണ്. അതിനുശേഷം സം ഓഫ് 2 ഇൻറ്റിജേഴ്സ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം 2 ഡെസിമൽ വാല്യൂസ് ആണ്, അത് ഇവിടെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഇൻറ്റും ഒരു ഡബിളും, സം ഓഫ് ഇൻറ്റ് ആൻഡ് ഡബിൾ. അപ്പോൾ 3 മെത്തേഡ്, പക്ഷേ എല്ലാത്തിൻ്റെയും നെയിം എന്ന് പറയുന്നത് ആഡ് എന്ന് തന്നെയാണ്. പക്ഷേ അകത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന മെത്തേഡ്സ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ കോൾ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഞാൻ ഈ ഓവർലോഡ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ക്ലാസിന്റെ മെത്തേഡ്, ഇതിന്റെ മെയിൻ മെത്തേഡിൽ ഇതിന്റെ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓവർലോഡ് OBJ ഈക്വൽ ടു ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ എന്താണോ ക്ലാസ് നെയിം. അതിനുശേഷം 3 പ്രാവശ്യം ഈ ആഡ് എന്ന് പറയുന്ന മെത്തേഡിനൊക്കെ പാസ് ചെയ്തു, വിളിക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഇത് കോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റർ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ obj.add1020 എന്ന് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഈ ഓവർലോഡ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിലെ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ്, കാരണം രണ്ടും എന്താണ്, ഇൻറ്റിജർ വാല്യൂസ് ആണ്. അപ്പോൾ ഈ ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഇനി obj.10.5 പിന്നെ 20.5 രണ്ടും എന്താണ്, ഡബിൾ അല്ലെ ഫ്ലോട്ട് വാല്യൂ ആണ്, ഡെസിമൽ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ഡെസിമൽ വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡാണ്. അപ്പോൾ ഇതായിരിക്കും കോൾ ആവുന്നത്. അപ്പോൾ ഇത് കമ്പയർ ടൈമിൽ തന്നെ ഇത് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻറ്റിജറും ഒരു ഡബിളും. അപ്പോൾ നമ്മൾ വിളിക്കുന്ന ഏത് മെത്തേഡാണോ, കണ്ടോ ഇവിടെ തന്നെ അത് കാണിക്കും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡേ ഡബിൾ ബി എന്നുള്ള ആ മെത്തേഡാണ് ഇവിടെ ഡബിൾ എ ഡബിൾ ബി. അപ്പം മെത്തേഡ് നെയിം സെയിം ആണ്. അപ്പോൾ ഇതിനെയാണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 2 ഇൻറ്റിജേഴ്സ് ആണ് ഫസ്റ്റ് കോൾ ചെയ്ത് ഏതാ ഓവർലോഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ, കാരണം 2 ഇൻറ്റിജറാണ് പാസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം 2 ഡബിൾ പാസ് ചെയ്തു, അതിനുശേഷം ഒരു ഇൻറ്റ് ആൻഡ് ഒരു ഡബിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, സെയിം ഫംഗ്ഷൻ ബട്ട് ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് പോളിമോർഫിസത്തിലെ ആദ്യത്തെ വേ ആയിട്ടുള്ള മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇത് മെത്തേഡ് ഓവർലോഡിങ് കമ്പൈൽ ടൈം ആണെങ്കിൽ ഇത് റൺ ടൈം, നമ്മൾ റൺ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഡൈനാമിക് പോളിമോർഫിസം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേരൻറ്റ് ക്ലാസ്സിൽ ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്. പേരൻറ്റ് ക്ലാസ്സിൽ ഒരു മെത്തേഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്തിട്ട് സബ് ക്ലാസ്സിൽ എഴുതുന്നതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിം ഫംഗ്ഷൻ തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡിഫറെൻറ്റ് രീതിയിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി, അതിനുള്ള ഒരു മെത്തേഡായിട്ട് മൂവ് എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ വെഹിക്കിൾസ് ക്യാൻ മൂവ്. അതിനുശേഷം കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതിനെ എന്ത് ചെയ്യുന്നു, വെഹിക്കിളിനെ പേരന്റ് ക്ലാസ് ആക്കി കാർ സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലെ പ്രിന്റ് ചെയ്യാൻ മാറ്റി കൊടുത്തു. അപ്പോൾ ഇവിടെ മൂവ് എന്ന് പറയുന്ന സെയിം ഫംഗ്ഷൻ നെയിമാണ്, ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നുമില്ല. ആപ്പാടെ അതിൻ്റെ എന്താണ് അകത്തുള്ള പാരാമീറ്റേഴ്സ് ഒന്നും വ്യത്യാസമൊന്നുമില്ല, അകത്തുള്ള ഇംപ്ലിമെൻറ്റേഷൻ മാത്രമാണ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇനി ഈ വെഹിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ കൺസ്ട്രക്ടറിനെ വിളിക്കാതെ കാറിൻ്റെ കൺസ്ട്രക്ടറാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് സബ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ആവുന്നത് എന്താണ്, കാറിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ഈ വി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വി എച്ച് ഡോട്ട് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഇതായിരിക്കും പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, അതിനുശേഷം ഈ സെയിം ഒബ്ജക്റ്റിനെ വെഹിക്കിളിൻ്റെ അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ പ്രിൻ്റ് ആവും. അപ്പോൾ നമുക്കിത് പ്രോഗ്രാമിംഗ് കൂടെ തന്നെ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഒരു പബ്ലിക് ക്ലാസ് ഉണ്ട്, അതിനുള്ളിൽ ജസ്റ്റ് വെഹിക്കിൾസ് ക്യാൻ മൂവ്. അതിനുശേഷം ജീപ്പ് എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ്, ഇതിനെ എന്ത് ചെയ്യുന്നു, വെഹിക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അവിടെ ഈ മൂവ് എന്ന് പറയുന്ന മെത്തേഡ് ഞാനൊന്ന് എഡിറ്റ് ചെയ്തു, ജീപ്പ് ക്യാൻ മൂവ് ആൻഡ് ആക്സിലറേറ്റ് ടു, ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ 2 ക്ലാസ് ഉണ്ട്, ഒന്ന് വെഹിക്കിൾ, അത് പേരന്റ് ക്ലാസ് ആണ്, അതിൽ മൂവ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ജീപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിലെ സെയിം മൂവ് എന്ന് പറയുന്ന മെത്തേഡ്, പക്ഷേ ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഓവർ റൈഡിങ് നോക്കാം. അപ്പോൾ ഞാനിവിടെ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ന്യൂ കൺസ്ട്രക്ടർ പാസ് ചെയ്തേക്കാൻ ജീപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ചൈൽഡ് ക്ലാസ് ആണ്, അങ്ങോട്ടേക്ക് പോയിട്ട് ഇതിപ്പോൾ ജീപ്പിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മുടെ പേരന്റ് ക്ലാസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം വി എച്ച് ഡോട്ട് മൂവ് എന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റണ്ണാവുന്നത് ജീപ്പിൻ്റെ അകത്തേ ആയിരിക്കും. അതിനുശേഷം ഈ സെയിം ഒബ്ജക്റ്റിനെ, ഇപ്പോൾ ഇത് ഒബ്ജക്റ്റ് ഒരു വേരിയബിൾ പോലെയാണ്, നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് പാസ് ചെയ്യാം. ഈ ഒരു വി എച്ചിനെ ഞാൻ അടുത്ത് എന്ത് ചെയ്തു, വെഹിക്കിളിൻ്റെ തന്നെ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഇത് ഒറിജിനൽ വെഹിക്കിളിൻ്റെ ഒബ്ജക്റ്റായി. അപ്പോൾ ഇവിടെ മൂവ് ചെയ്താൽ വെഹിക്കിൾ ക്ലാസ്സിലുള്ള മൂവ് മെത്തേഡിൻ്റെ അകത്ത് എന്താണോ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അതായിരിക്കും പ്രിന്റ് ആവുന്നത്. അപ്പോൾ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മനസ്സിലാക്കുന്നത് റൺ ടൈമിലാണ്, റൺ ടൈമിൽ മാത്രമാണ് ആ ഒരു സെയിം ഫംഗ്ഷനെ, ഒരു പേരന്റ് ക്ലാസ്സിലുണ്ടായിരുന്ന ഫംഗ്ഷനെ ചൈൽഡ് ക്ലാസ് എന്ത് ചെയ്യുന്നു, ഓവർ റൈഡ് ചെയ്തു. അതിനെ ഓവർ ഓവർലാപ്പ് ചെയ്തിട്ട് എഴുതുകയാണ്. ഇപ്പം ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടോ, ഈ നമ്മൾ ജീപ്പിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ജീപ്പ് ക്യാൻ മൂവ്. അതിനുശേഷം രണ്ടാമത്തതിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മളത് വെഹിക്കിൾ ക്ലാസിൻ്റെ ആക്കി. അപ്പോൾ വെഹിക്കിൾ ക്യാൻ മൂവ് എന്നുള്ള ആ ഒരു മെത്തേഡിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എന്താണ് ഈ സെയിം ഒബ്ജക്റ്റിൻ്റെ വെച്ചിട്ട് 2 ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ട്, അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ് എന്ന് പറഞ്ഞ മെത്തേഡ് സാധാരണ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്, ഈ വെഹിക്കിളിൻ്റെ മൂവ് ആണ്. പക്ഷേ നമ്മൾ ജീപ്പിൻ്റെ വെച്ചിട്ട് അതിനെ ഓവർ റൈഡ് ചെയ്ത് എഴുതിയതുകൊണ്ട് ഇത് അതിൻ്റെ ചൈൽഡ് ക്ലാസിൻ്റെ മെത്തേഡിനെയാണ് കോൾ ചെയ്തത്. അതിനുശേഷം അതിൻ്റെ സെയിം ക്ലാസ് തന്നെ കൊടുത്തപ്പോഴത്തേന് എന്ത് ചെയ്തു, വെഹിക്കിൾസ് ക്യാൻ മൂവ്. ഇനിയിപ്പോൾ നമ്മൾ ജീപ്പ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ജീപ്പിനകത്തുള്ള ആ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഓവർ റൈഡിങ് വരുന്നില്ല, കാരണം സെയിം ക്ലാസിൻ്റെ മെത്തേഡാണ്. പക്ഷേ ഇവിടെ ഓവർ റൈഡിങ് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേരന്റ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് പേരന്റ് ക്ലാസിൻ്റെ ആ ഒരു ടൈപ്പ് ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഓവർ റൈഡ് ചെയ്തിട്ട് എന്തായാലും എഴുതി. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണ്
ഒരു പേരന്റ് ക്ലാസ്സിലെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ചൈൽഡ് ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, ഓവർ റൈഡ് ചെയ്യുന്നു, അതിൻ്റെ വേറൊരു ഇംപ്ലിമെൻറ്റേഷനെ കൊടുക്കുന്നു. അതിനുശേഷം ആ ടൈപ്പ് ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കോൾ ചെയ്യാനും പറ്റും. അതാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നുകയാണെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ ആഡ് ചെയ്യണം, ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഊപ്സ് കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൺ ടൈം ആണ്. അപ്പോൾ ഇത് റൺ ടൈം മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തൊരു ഊപ്സ് കൺസെപ്റ്റാണ് എൻക്യാപ്സുലേഷൻ. ഒരു ക്യാപ്സൂൾ പരുവത്തിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിംഗ് അപ്പ് ഓഫ് കോഡ് ആൻഡ് ഡാറ്റ ടുഗദർ ഇൻ എ സിംഗിൾ യൂണിറ്റ്. ഇതിനെ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കോഡ് ആൻഡ് ഡാറ്റ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അത് ഡേറ്റ ഹൈഡിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ നമ്മളൊരു വേരിയബിളിനെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ഒരു സ്റ്റേറ്റിന് അപ്പോൾ അതിന് പുറത്തേക്ക് ആക്സസ് ഇല്ല. പക്ഷേ പുറത്തേക്ക് ഗെറ്റ് ആൻഡ് സെറ്റ് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതിനുള്ളിൽ നെയിം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് വേരിയബിൾ, അപ്പോൾ ഗെറ്റ് നെയിമും സെറ്റ് നെയിം എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ വെച്ചിട്ട് അപ്പോൾ അതിന് പുറത്തേക്ക്, അപ്പോൾ ഈ പ്രൈവറ്റ് ആയതുകൊണ്ട് ഇതിന് പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഗെറ്റ് നെയിമും സെറ്റ് നെയിമും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂസിനെ ഡയറക്റ്റ് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റാതെ ആ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ അകത്ത് അത് സെറ്റ് നെയിം എന്ന് പറഞ്ഞ മെത്തേഡിലേക്ക് ഇവിടുന്ന് ഒരു വാല്യൂ പാസ് ചെയ്യണം. ഒരു ഇതാണ് പാരാമീറ്റർ ആണ്. അപ്പോൾ ഈ വാല്യൂ ഇതിലേക്ക് വരും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഡയറക്റ്റ് നോക്കാം. അതിനുശേഷം ഗെറ്റ് നെയിം വെച്ചിട്ട് അത് പ്രിൻറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് എൻക്യാപ്സുലേഷൻ്റെ പ്രോഗ്രാം നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു പ്രൈവറ്റ് ആയിട്ട് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. സ്ട്രിങ് ആണ്, അപ്പോൾ നെയിം വേരിയബിൾ ആണ്, നെയിം വാല്യൂ കൊടുക്കാനാണ്. അപ്പോൾ ഗെറ്റ് ആൻഡ് സെറ്റ് മെത്തേഡ്സ് വെച്ചിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഒരു റിട്ടേൺ ടൈപ്പ് ഉള്ള ഒരു ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, റിട്ടേൺ ടൈപ്പ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത വോയിഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും നമ്മൾ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ വാല്യൂസ് എന്തെങ്കിലും എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അപ്പോൾ പബ്ലിക് സ്ട്രിങ് ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ പബ്ലിക്കാണ്. ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്താൽ ഇതിൻ്റെ വാല്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ സെറ്റ് നെയിം ഇതിലേക്ക് തൽക്കാലം നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ വാല്യൂ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡിനെ കോൾ ചെയ്താൽ അതിലേക്ക് ഒരു പാരാമീറ്റർ, സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ട്. ആ വാല്യൂ ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം ആക്ച്വലി ഈ നെയിമാണിത്. ദിസ് കീവേഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് പാരാമീറ്റർ സെയിം നെയിം ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ മെമ്പറായിട്ടുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദിസ് എന്ന് പറയുന്ന കീവേഡ്. അപ്പോൾ ദിസ് നോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാരാമീറ്റർ ആയിരിക്കും, ഇതിനായിരിക്കും, ഈ ഒരു പർട്ടിക്കുലർ ഇതിനായിരിക്കും എടുക്കുന്നത്. അപ്പം ഈ നെയിം എന്ന് പറഞ്ഞാൽ വെറും നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഫംഗ്ഷനുള്ളിൽ മാത്രമുള്ള ലോക്കൽ വേരിയബിളിനെ ആയിരിക്കും. ഇപ്പോൾ ദിസ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലാസിൻ്റെ മെമ്പറായിട്ടുള്ള അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഡോട്ട് നെയിം. അപ്പോൾ ഇവിടുന്ന് എന്താണോ ഈ പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യുന്നത് ആ വാല്യൂ ഇതിലേക്ക് എന്ത് ചെയ്യും, അങ്ങ് സേവ് ആകും. അപ്പോൾ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് എടുക്കുന്നത് ജസ്റ്റ് ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റുഡൻറ്റ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് ST ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനുള്ളിലെ ഈ പ്രൈവറ്റ് വേരിയബിളിനെ നമുക്ക് എടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്റ്റുഡൻറ്റ് ക്ലാസ്സിലെ പ്രൈവറ്റ് വേരിയബിളിനെ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. സ്ട്രിങ് നെയിം എന്ന് പറയുന്ന പ്രൈവറ്റ് വേരിയബിളിനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഗെറ്റ് ആൻഡ് സെറ്റ് മെത്തേഡ്സ് വെച്ചിട്ടാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻറ്റിലെ നെയിമിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ST.setName എന്ന് പറഞ്ഞ മെത്തേഡ്, ഇവിടെ സെറ്റ് നെയിം എന്ന് പറഞ്ഞ മെത്തേഡിന് ഇവിടെ ഒരു സ്ട്രിങ് പാരാമീറ്റർ ഉണ്ട്, അതിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്താൽ മതി. അപ്പം സെറ്റ് നെയിം എന്ന് പറഞ്ഞ മെത്തേഡ് ഞാൻ സജീർ ക്യൂട്ടോക്സ് എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂ ഇതിലേക്ക് അങ്ങ് സേവ് ആവുകയാണ്, ഈ നെയിമിലേക്ക് അങ്ങ് സേവ് ആവുകയാണ്. ഇനി അടുത്ത എന്താണ്, system.out.println ഈ SD.getName എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ ഈ മെത്തേഡിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഈ സ്റ്റുഡൻറ്റിലെ നെയിമിലേക്കുള്ള വാല്യൂ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് നെയിമിലേക്ക് വാല്യൂ പാസ് ചെയ്ത് ആ വാല്യൂ തന്നെ ഇവിടേക്ക് വരും, അതിനെ അങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ അതങ്ങ് പ്രിൻ്റ് ആവും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, നെയിം സജീർ ക്യൂട്ടോക്സ് എന്നുള്ള ആ ഒരു വാല്യൂ ഇവിടെ പ്രിൻ്റ് ആയി. അപ്പോൾ നമ്മളിവിടെ സെറ്റ് വാല്യൂ പാസ് ചെയ്തു, ഇതിൻ്റെ ആ നെയിം എന്ന് പറഞ്ഞ പ്രൈവറ്റ് വേരിയബിളിന് ഒരു വാല്യൂ കൊടുത്തു. അപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല, ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും അറിയുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ കൊടുത്തു, ആ വേരിയബിളിനെ പോലും നമ്മൾ കാണുന്നില്ല. അതിനുശേഷം ഗെറ്റ് നെയിം വെച്ചിട്ട് ആ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ഇത് ചെയ്തു, ഗെറ്റ് ചെയ്തു. അപ്പോൾ അത് ഈ കോഡ് ആൻഡ് ഡാറ്റ ഒരു റാപ്പ് ചെയ്ത് ഡാറ്റ ഹൈഡിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഇതാണ് എൻക്യാപ്സുലേഷൻ, റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് കോഡ് ഇൻ എ സിംഗിൾ നെയിം. അപ്പോൾ ഈ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇതാണ്, നമുക്ക് റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ട് റിട്ടേൺ ടൈപ്പ് ഇല്ലാതെയും കൊടുക്കാൻ പറ്റുന്നതാണ്. റിട്ടേൺ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് വോയിഡ് എന്തെങ്കിലും നമ്മളിപ്പോൾ ഇവിടുന്ന് വാല്യൂ എന്തെങ്കിലും നമുക്ക് നമ്മളെ കോൾ ചെയ്യുന്നിടത്തേക്ക് വാല്യൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻറ്റിജർ വാല്യൂ ആണ് ഒരു ഇൻറ്റ് എന്ന് കൊടുക്കണം. ഇവിടെ സ്ട്രിങ് വാല്യൂ ആയതുകൊണ്ടാണ് സ്ട്രിങ് കൊടുത്തത്. അപ്പോൾ നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് അതിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ വോയിഡ് എന്ന് പറഞ്ഞ കീവേഡ് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റാപ്പിംഗ് അപ്പ് ഓഫ് കോഡ് ആൻഡ് ഡാറ്റ ആൻഡ് ടുഗദർ ഇൻ എ സിംഗിൾ യൂണിറ്റ്, ഇതിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹൈഡിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ഓൺലി ദ ഫംഗ്ഷനാലിറ്റി. ഒരു യൂസറിലേക്ക് ജസ്റ്റ് ഫംഗ്ഷനാലിറ്റി മാത്രം ഷോ ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഒന്നും ഷോ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് അബ്സ്ട്രാക്ഷൻ ഉണ്ട്, അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് ഇൻ്റർഫേസ്. രണ്ട് രീതിയിൽ നമുക്ക് അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്ന് അബ്സ്ട്രാക്ട് ക്ലാസും ഇൻ്റർഫേസും. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് മെത്തേഡ്സും നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സും പറ്റും. അപ്പോൾ ഈ അബ്സ്ട്രാക്ട് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുകയും പക്ഷെ അതിലൊരു ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ മെത്തേഡിനെ ജസ്റ്റ് ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നുമില്ല. അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന അതിൻ്റെ സബ് ക്ലാസ്സസിന് ആണ് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിലെന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ കുറേ ക്ലാസ്സസിൽ യൂസ് ചെയ്യണം, സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിലേക്ക് അത് ഡിക്ലെയർ ചെയ്ത് ഒന്നെങ്കിൽ അതിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് മെത്തേഡായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പക്ഷെ പല ക്ലാസ്സിലും എന്ത് ചെയ്യാണ്, ഡിഫറെൻറ്റ് വേസിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓവർ റൈഡിങ് പോലെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അബ്സ്ട്രാക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം മെത്തേഡ് നെയിം തന്നെ ഉപയോഗിച്ചിട്ട് പല ക്ലാസ്സിലും ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അബ്സ്ട്രാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഷേപ്പ് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്. ഇപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ്സിനുള്ളിൽ തന്നെ അബ്സ്ട്രാക്ട് എന്ന് കൊടുക്കണം. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കീവേഡ് കൊടുക്കണം. പിന്നെ അബ്സ്ട്രാക്ട് മെത്തേഡ് ആണെങ്കിലും അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കീവേഡ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെ സെമികോൺ ഇട്ട് ഇടാറില്ല, എറർ കാണിക്കും. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്റ്റൂടെ കൊടുത്തുകൊണ്ടാണ് സെമികോൺ ഇടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസ് ഇട്ടിട്ട് എന്തെങ്കിലും ഇംപ്ലിമെൻറ്റേഷൻ ആഡ് ചെയ്യണം. ഇവിടെ അബ്സ്ട്രാക്ട് മെത്തേഡ് ആയതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഒരു മെത്തേഡായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് രണ്ട് ചൈൽഡ് ക്ലാസ് ഉണ്ട്. ഒന്ന് റെക്റ്റാങ്കിൾ. അപ്പോൾ നമ്മൾ കണ്ടോ, റെക്റ്റാങ്കിൾ എക്സ്റ്റെൻസ് ഷേപ്പ്. അപ്പോൾ നമ്മളതിന് ഡ്രോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുകയാണ്. ഇതിന് ചെയ്യുന്നത്. അപ്പോൾ ഡ്രോ എന്ന് പറയുന്ന ആ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്തു, ഓവർ റൈഡ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിൽ അബ്സ്ട്രാക്ട് മെത്തേഡായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഡ്രോയിങ് റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിൾ. ഇനി അടുത്ത വേറൊരു ഇതേപോലെ സെയിം ക്ലാസ്സിനെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ട്രയാങ്കിളിനെ സെയിം ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഷേപ്പ് എന്ന് പറയുന്നതിൻ്റെ ചൈൽഡ് ക്ലാസ് ആണ്. ആ സെയിം ഡ്രോ എന്ന് പറയുന്നത് അതിലെ അബ്സ്ട്രാക്ട് മെത്തേഡിനെ ഇത് ഓവർ റൈഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, അങ്ങനെ പല ഷേപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഡ്രോ എന്ന് പറയുന്ന സെയിം മെത്തേഡിനെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് എന്ന് പറയുന്ന ആ പേരൻറ്റ് ക്ലാസ്സിൽ ജസ്റ്റ് അബ്സ്ട്രാക്ട് മെത്തേഡായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഓരോ ഷേപ്പിനനുസരിച്ചിട്ടുള്ള മെത്തേഡ്സ് ആ സെയിം മെത്തേഡ് നെയിം വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഇതിനെ ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അബ്സ്ട്രാക്ഷൻ്റെ ടെസ്റ്റ് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്, പക്ഷേ അതിൻ്റെ ടൈപ്പ് ഏതാണ്, റെക്റ്റാങ്കിൾ ആണ്. നമ്മളിത് മുമ്പ് കണ്ടതാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഇത് വെച്ചിട്ട് കോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൻ്റെ അകത്ത് ആ ഡ്രോ എന്ത് മെത്തേഡാണോ എഴുതിയത് ആ മെത്തേഡ് കോൾ ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ഞാൻ മാറ്റി ട്രയാങ്കിളിലേക്ക് മാറ്റി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ മെത്തേഡായിരിക്കും കോൾ ആവുന്നത് ഈ ഒരു എസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ എസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആദ്യത്തെ ടൈപ്പ് റെക്റ്റാങ്കിളും രണ്ടാമത്തെ ടൈപ്പ് അത് ട്രയാങ്കിളായി മാറി. അപ്പോൾ ഈ സെയിം മെത്തേഡിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷനിലൂടെ കോൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫസ്റ്റ് ഡ്രോയിങ് റെക്റ്റാങ്കിൾ, ഡ്രോയിങ് ട്രയാങ്കിൾ. അപ്പോൾ അങ്ങനെ ആ ഒരു മെത്തേഡിലെ രണ്ട് മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി, കോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു മെത്തേഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ജനറലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് സെലേനിയം അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ലപോലെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ സെലേനിയത്തിൻ്റെ ലൈബ്രറിയിലൊക്കെ ഈ അബ്സ്ട്രാക്ഷൻ ക്ലാസ് ഒക്കെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഷേപ്പ് എന്ന് പറയുന്ന പേരന്റ് ക്ലാസ്സിൽ ഞാൻ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ മെത്തേഡ് അത് റെക്റ്റാങ്കിളിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഓവർ റൈഡ് ചെയ്തു. ട്രയാങ്കിളിലും ആ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. കാരണം ഇത് അബ്സ്ട്രാക്ട് മെത്തേഡ് ആണ്, ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ ഒന്നുമില്ല. അത് റെക്റ്റാങ്കിളും ട്രയാങ്കിൾ ക്ലാസ്സിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ ഒബ്ജക്റ്റ് ഓഫ് ടൈപ്പ് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെത്തേഡിനെ കോൾ ചെയ്തു. അതിനുശേഷം സെയിം ഒബ്ജക്റ്റിനെ ട്രയാങ്കിളിലേക്ക് മാറ്റിയിട്ട് ട്രയാങ്കിളിലേക്ക് കോൾ ചെയ്തു. അപ്പോൾ ഇതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് മാറ്റിയിട്ട് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി മാത്രം യൂസറിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അബ്സ്ട്രാക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു ഇതാണ് ഇൻ്റർഫേസ്. അപ്പോൾ ഇൻ്റർഫേസിന് വേറെ ഞാൻ മുമ്പേ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റർഫേസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. അപ്പോൾ ഈ ഇൻ്റർഫേസിൻ്റെ ഒരു പ്രത്യേകത ക്ലാസിൻ്റെ കൂട്ടൊക്കെ തന്നെ ഫംഗ്ഷൻ ആൻഡ് ഇതുണ്ട്, പക്ഷേ ഇതിനുള്ളിൽ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആൻഡ് വേരിയബിൾസ് മാത്രമേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലെ മെത്തേഡ്സിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുക, അതിനുശേഷം ഇതിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വേറെ കോൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ വേറെ ക്ലാസ്സസ് എന്ത് ചെയ്യണം, ഇതിനൊരു പേരൻറ്റ് ക്ലാസ് എന്ന് പറയുന്ന പോലെ തന്നെ പേരൻറ്റ് ഇൻ്റർഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ചൈൽഡ് ക്ലാസ്സുകൾ ഇതിനെ കോൾ ചെയ്യണം. അപ്പോൾ മറ്റേ നമ്മൾ ക്ലാസ്സസ് ആകുമ്പോൾ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് ആണെങ്കിൽ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ അതിനെ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം
ഇത് നമുക്ക് പ്രോഗ്രാമിങ്ങിലൂടെ തന്നെ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇൻ്റർഫേസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് iDrawable എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് ന്യൂ എടുത്തിട്ട് ക്ലാസ്സിന് തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട് ന്യൂ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ജസ്റ്റ് ഇൻ്റർഫേസ് നെയിം കൊടുത്തിട്ട് ഫിനിഷ് കൊടുത്താൽ മതി. എന്താണോ നമ്മൾ സാറിന് ഇൻ്റർഫേസിൻ്റെ ടൈപ്പ് ഫസ്റ്റിൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ കൊടുക്കാറുണ്ട്, ഒരു ലെറ്റർ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ iDrawable എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തു. അതിനുശേഷം ഇതേപോലെ ഡ്രോ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിന് ഉണ്ടോ എക്സ്റ്റെൻസ് അല്ല, ഇവിടെ ഇംപ്ലിമെൻറ്റ്സ് ആണ്. ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന ഇത് ഈ ഒരു പർട്ടിക്കുലർ ഇത് ഇപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ഇതുണ്ടെങ്കിൽ ഇതിനെ കോമ ഇട്ടിട്ട് അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. കോമ ഇട്ടിട്ട് വേറെ ഇൻ്റർഫേസിൻ്റെ നെയിം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒന്നിൽ കൂടുതൽ ഇൻ്റർഫേസിനെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മറന്നു പോകരുത്. ക്ലാസ് ആണെങ്കിൽ എക്സ്റ്റെൻസ്, പേരൻറ്റ് ക്ലാസ് ചൈൽഡ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇൻ്റർഫേസിൽ നിന്നാണെങ്കിൽ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ മെത്തേഡ് അബ്സ്ട്രാക്ട് മെത്തേഡ് ഓവർ റൈഡ് ചെയ്തു. ഡ്രോ എന്ന് പറയുന്നത് ഡ്രോയിങ് റെക്റ്റാങ്കിൾ, അതേപോലെ തന്നെ ട്രയാങ്കിൾ നമ്മൾ കൊടുത്തു. ഇംപ്ലിമെൻറ്റ്സ് iDrawable, ഇവിടെ നമ്മൾ ഡ്രോയിങ് ട്രയാങ്കിൾ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർഫേസിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ iDrawable എന്ന് പറഞ്ഞ ഇൻ്റർഫേസിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതി അത് റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എഴുതി. ഇനിയിപ്പം ടെസ്റ്റ് ഇൻ്റർഫേസ് എന്ന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സെയിം പോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർഫേസിൻ്റെ ടൈപ്പ്, പക്ഷേ അത് എങ്ങോട്ടേക്കാണ്, ഇൻ്റർഫേസ് ഓഫ് ടൈപ്പ് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ dr.draw എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ എന്താണോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഡ്രോ മെത്തേഡ് അതായിരിക്കും വരുന്നത്. അതുപോലെ അടുത്ത ആ സെയിം മെത്തേഡിനെ ഇനി ട്രയാങ്കിളിലേക്ക് വിളിക്കുമ്പോൾ ട്രയാങ്കിൾ എന്താണോ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു മെത്തേഡായിരിക്കും വരുന്നത്. നമ്മളിവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡ്രോയിങ് റെക്റ്റാങ്കിളും ആൻഡ് ഡ്രോയിങ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ രണ്ട് മെത്തേഡാണ് വരുന്നത്. അപ്പം ടെസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഇവിടെ കോളായി. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിനെ ഈ റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതിന് ഓവർ റൈഡിങ് മെത്തേഡ് ഓവർ റൈഡിങ് ആണ് ഇതെല്ലാം നടക്കുന്നത് ആക്ച്വലി. അതിനുശേഷം അതിൻ്റെ ടൈപ്പ് എടുത്തിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ മെത്തേഡും അതുപോലെ ട്രയാങ്കിളിൻ്റെ കോൾ ചെയ്യുമ്പോൾ ട്രയാങ്കിളിൻ്റെ മെത്തേഡുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഊപ്സ് കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻ്റായിട്ട് ആഡ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി തരുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ തന്നെ അടുത്ത വീഡിയോസുമായിട്ടും അതുപോലെ തന്നെ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.